അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി. കണ്ണൂർ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മർജാന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ആത്മഹത്യ. ആത്മഹത്യയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ആത്മഹത്യയാണ്. ആ പെണ്ണ് മരിക്കുന്ന, ആ സഹോദരി മരിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസത്തിൽ 188ഓളം കോളുകൾ ആ സഹോദരിയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 1.5 മാസത്തിനിടയിൽ ഒറ്റൊരു വ്യക്തിയുടെ തന്നെ 900-ൽ പരം കോളുകൾ, 1000-ൻ്റെ അടുത്ത് കോളുകൾ ഏകദേശം ആ സഹോദരിയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മരണ വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ കാണാനിടയായി. ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ദുരൂഹതകൾ നിറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ദുരൂഹതകളുണ്ട്. ആ ഒരു സഹോദരൻ അതിൽ പറയുന്നുണ്ട്, മരിച്ചു കിടക്കുന്ന ആ സഹോദരി, ഞങ്ങൾ അറിയുന്നത് ഒരു സഹോദരി, ഒരു പെണ്ണ് ആ വീട്ടിലേക്ക് കയറി വന്നു, ചിലതെന്തൊക്കെ ചോദിച്ചു പറഞ്ഞു, അങ്ങനെയൊക്കെ അവൾ അന്വേഷിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ആ സ്ത്രീ വന്നതിൻ്റെ ശേഷമാണ് ഈ പെണ്ണ് മരിച്ചു, ഈ സഹോദരി മരിച്ചു എന്നതിൻ്റെ മരണം എന്ന കാര്യം തന്നെ ഞങ്ങൾ അറിയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണം, ഒരു പെണ്ണ്, ആ സഹോദരി മരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ആ വീട്ടിലില്ല. എന്നിരുന്നാലും അന്വേഷണങ്ങൾ എത്തിയപ്പോൾ പല രൂപങ്ങളിലേക്ക് ഈ ഒരു വാർത്ത എത്തപ്പെട്ടിട്ടുണ്ട്. ആ കണ്ണൂർ ഇരിക്കൂർ അവിടെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് എല്ലാ കാര്യത്തിലും പോലീസുകാർ സഹകരിച്ചിരുന്നു. പിന്നീട് അവർ വേണ്ട രൂപത്തിൽ പ്രതി ഒളിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെയുള്ളതായി ഈ സഹോദരി കയറി വന്നിരുന്ന ആ സ്ത്രീയെ ചോദ്യം ചെയ്തു. എന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള വിഷയങ്ങൾ വരെ, എന്തിനാണ് വന്നതെന്നുള്ള വിഷയങ്ങൾ വരെ ഈ സഹോദരി, ഈ ഒരു പെണ്ണ്, കയറി വന്ന ആ പെണ്ണ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മർജാന എന്ന് പറയുന്ന ഈ സഹോദരിയുടെ തെറ്റുകാരിയല്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ആ പെണ്ണ്, ആ സഹോദരി തെറ്റുകാരി ആയി മാറുകയാണ്. താൻ അറിയാതെ ഒരു ചതിക്കുഴിയിൽ പെടുകയാണ്. ആ ചതിക്കുഴിയിൽ പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സഹോദരിയുടെ ഭർത്താവ് നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നാട്ടിലേക്ക് വരുന്നത് തൻ്റെ ഭാര്യ കാത്തു നിൽക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഭർത്താവ് ഇരിക്കുകയാണ്. ഭർത്താവിനെ കാത്തു നിൽക്കുകയായിരുന്നു ഭാര്യ എന്ന് പിന്നെ എല്ലാവരും വിചാരിക്കണം. പക്ഷെ ആ സഹോദരി ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് കയറി പിന്നെ ആത്മഹത്യ ചെയ്യുകയാണത്രേ. ഇവിടെ ഈ പെണ്ണിന് സംഭവിച്ചത്, ഈ പെണ്ണിൻ്റെ ചില രഹസ്യ വിവരങ്ങൾ ആ വിളിച്ചിരുന്ന വ്യക്തിയിലേക്ക് എത്തപ്പെട്ടു എന്നതാണ്. അത് എങ്ങനെയൊക്കെയോ ആ പെണ്ണ് അറിയാതെ വരെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ആത്മഹത്യ ചെയ്യുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഈ ആത്മഹത്യ അതിനൊരു പരിഹാരമാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനത്തെ കേസുകൾ ഉണ്ടായിട്ട് അവിടെ ആത്മഹത്യ ചെയ്തിട്ട് നമ്മുടെ ജീവിതം നമ്മളങ്ങനെ അവസാനിപ്പിച്ചു, അതുകൊണ്ട് നമുക്ക് ഒരു പരിഹാരം ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും ലഭിക്കുന്നില്ല. അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളറിയാത്ത, നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലൊരു തെറ്റ്, ഒരു സംഭവം നമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയോ സഹായ സെല്ലുകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും രൂപത്തിൽ പിന്നെ നമ്മളെ സ്ത്രീയെ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോർച്ചർ ചെയ്യുന്ന മനുഷ്യനെ, ആ ചങ്ങാതിയെ പൂട്ടാൻ ഏത് രൂപത്തിലുമാണെങ്കിലും നമുക്ക് പല സെല്ലുകളും, വനിതാ സെല്ലുകളും നമുക്കുണ്ട്. എന്നിട്ടും ഇതൊക്കെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇന്ന് നമുക്ക് നേതൃത്വങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ഈ സഹോദരിമാർ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു എന്നാണ് അറിയാത്തത്. ദിവസങ്ങളോളം ഇത് സ്വന്തം ഭർത്താവിനെ പോലും, കുടുംബത്തെ പോലും അറിയിക്കാതെ ഇത് കൊണ്ടു നടക്കുന്നു എന്നാണ്. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ആരും അറിയാതെ കൊണ്ടു നടക്കലോ അല്ലെങ്കിൽ ഇത് ആത്മഹത്യ ചെയ്യലോ അല്ല നമുക്ക് പരിഹാരം. ഇന്ന് നമുക്ക് നിയമപരമായിട്ട് അങ്ങനെയുള്ള ആളുകളെ, നമുക്കെതിരെ വരുന്ന ആളുകളെ നിയന്ത്രിക്കാൻ, അവർക്കെതിരെ പ്രതിരോധിക്കാൻ ഇന്ന് നമുക്ക് സംവിധാനങ്ങളുണ്ട്. മനസ്സിലാക്കണം. ഈ കേസുകൾ പുറത്തറിയാതെ സ്വന്തം ഭർത്താവിനോട് പറയുന്നില്ല, ഉമ്മയോട് പറയുന്നില്ല, മറ്റുള്ളവരോട് പറയുന്നില്ല, ദിവസങ്ങളോളം ഇതിൻ്റെ പീഡനത്തിൽ, ഇതിൻ്റെ ഷെറിൽ ഇങ്ങനെ ആ ഒരു സഹോദരി ജീവിക്കുകയാണ്. പിന്നെ ഇത് സഹിക്കിടുകയാണ്. അവന് വേറെ രൂപത്തിൽ, പല പല രൂപങ്ങളിലായിട്ട് ഈ സഹോദരിമാരിങ്ങനെ വേട്ടയാടുകയാണ്, ഇങ്ങനെയുള്ള കഴുകന്മാർ. എന്നിട്ട് അവിടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടത് ശാരീരിക രസങ്ങളായിരിക്കാം, അല്ലായെങ്കിൽ പണമായിരിക്കാം. ഈ 2 ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാകുക. ഇത് പണം ചോദിക്കുമ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്, പല രൂപത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. എന്നിട്ട് ഈ സഹോദരിമാർ പാവങ്ങൾ അവരുടെ സ്വർണം വിറ്റും മറ്റു രൂപത്തിലൊക്കെ അവർക്ക് പണം എത്തിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് അവരുടെ
പിന്നെ സമ്പത്ത് കൊടുക്കുകയാണ്, ശരീരം കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇന്ന് സഹോദരിമാർ കൈയാണ്. ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെറ് നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതം സേഫ്റ്റിയാക്കി കൊണ്ടു നടക്കണം. നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ആ രൂപത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനത്തെയുള്ള ആളുകൾ, നമുക്കെതിരെ വരുന്ന ആളുകളെ നമ്മൾ നമ്മുടെ ഭർത്താവിനോട് പറയാൻ നമുക്കൊരു മനസ്സ് വേണം. ഇനി ഭാര്യ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, എന്നെ ഇങ്ങനെ ഒരാൾ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നൊരു ഭാര്യയുണ്ടെങ്കിൽ, അത് ഭർത്താവ് അതിനൊപ്പം നിന്നിട്ട് ആ ഭാര്യയെ വേദനിപ്പിക്കാത്ത രൂപത്തിൽ അതിനൊരു തീരുമാനം കാണണം. ഇന്ന് പല ഭാര്യമാരും പറയാൻ മടിക്കുന്നത് തന്നെ, എൻ്റെ ഭർത്താവ് എന്ത് വിചാരിക്കും, ഞാൻ കള്ളത്തിയാണെന്ന് വിചാരിക്കുമോ, ഞാനിതിന് കൂട്ടാണെന്ന് വിചാരിക്കുമെന്ന് വിചാരിക്കുമ്പോഴാണ്. പല ഭർത്താക്കന്മാരും ഇന്ന് അങ്ങനെ ഭാര്യമാരോട് പെരുമാറുന്നത് കൊണ്ടുമാണ് പല ഭാര്യമാരും അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അതിൻ്റെ പിറകിലുണ്ട് വളരെ മോശമായിട്ട് ഭർത്താക്കന്മാർ ഭാര്യമാരോട് പെരുമാറാണ്. ആ പെരുമാറ്റം അവർക്ക് സഹിക്കുന്നില്ല. അങ്ങനെ പല രൂപത്തിലേക്ക് അവർ ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എന്തെങ്കിലും പറയുമ്പോഴത്തെ ആ ഒരു കെണിയിലേക്കും ഇന്ന് നമ്മുടെ ഭാര്യമാർ ചാടുന്നുണ്ട്. അവിടെ രണ്ടുപേരും മനസ്സിലാക്കണം, ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു ആത്മഹത്യയോ അല്ലെങ്കിൽ അവിടെ ഒരു ഒളിച്ചോട്ടമോ നമുക്കൊരു പ്രതികാരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവിടെ നമ്മുടെ സ്വന്തം ഭർത്താവുണ്ട്, ഭർത്താവിനൊപ്പം പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് പറയുമ്പോൾ ഭർത്താവ് അത് മനസ്സിലാക്കി വേണ്ടപ്പെട്ട ആളുകളെ കണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഭാര്യ അതിൽ നിന്ന് സേഫ്റ്റിയാക്കുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഭാര്യ സങ്കടത്തോടെ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടിക്കാന്ന് പറയുമ്പോൾ അതിന് ഭർത്താവ് വളരെ ക്രൂരമായിട്ട് നിൽക്കാന്ന്, യഥാർത്ഥത്തിൽ അവനൊരു ഭർത്താവല്ലല്ലോ. അവന് ഭർത്താവ് എന്ന് പറയോ? ഭാര്യയുടെ എല്ലാ വിഷമങ്ങൾക്കൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിലൊരു ഭർത്താവ്. അപ്പോൾ നമ്മുടെ സഹോദരിമാർ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ സ്വന്തം ഡീല് ചെയ്യാതെ, നമുക്കൊരിക്കലും സ്വന്തമായിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങളിലേക്ക് ഡീല് ചെയ്യാൻ കഴിയില്ല. നമുക്കത് സ്വന്തം ഡീല് ചെയ്യാതെ നമ്മളെ ബന്ധപ്പെട്ട വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ആങ്ങളമാരുണ്ടെങ്കിൽ അവരുമായി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു തീരുമാനം, അതിന് തക്കതായിട്ടുള്ളൊരു നിയമപരമായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത്. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഈ കാണുന്ന ആളുകളിലേക്ക് അതൊരു അറിവാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ശർറിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.